إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا كونوا مع الصادقين ബഹുമാന്യരായ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവന്റെ ഉത്തമരിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, വിശ്വാസികളായ നമുക്ക് ഈ സമൂഹത്തോട് ചില ബാധ്യതകളുണ്ട്. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ മനസ്സിലാക്കിയിരുന്നു, നമുക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഹിദായത്ത് എന്നുള്ളത്. മാത്രമല്ല, വിശ്വാസികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾ ഉത്തമ സമൂഹമാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ പുറപ്പെടുവിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. എന്നുവെച്ചാൽ ജനങ്ങൾക്ക് വേണ്ടി. എന്താണ് ജനങ്ങളോട് നമുക്കുള്ള ബാധ്യത? നമുക്ക് ലഭിക്കപ്പെട്ട നന്മകളെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ബാധ്യത, അത് നമ്മുടെ ഉത്തരവാദിത്വമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് 40-ാമത്തെ വയസ്സിൽ അവിടത്തേക്ക് വഹ്യ് ലഭിക്കപ്പെടുകയാണ്. ആദ്യ സമയത്ത് രഹസ്യമായി കൊണ്ടായിരുന്നു പ്രബോധനം നടത്തിയിരുന്നത്. എന്ന് വെച്ചാൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം തന്നെയും ഒരാളോടും തുറന്നു പറയാൻ കഴിയാത്തൊരു സാമൂഹ്യ ചുറ്റുപാടായിരുന്നു അവര്. കാരണം അവർ അള്ളാഹുവിനെ അറിയാത്തവരല്ല, അള്ളാഹുവിന്റെ കൂടെ ഇടയാളന്മാരായിക്കൊണ്ട് അമ്പിയാക്കളെയും ഔലിയാക്കളെയും അവർ സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആനാണ് പറഞ്ഞത്, നമ്മുടെ അഭിപ്രായമല്ല. വിശുദ്ധ ഖുർആൻ പറയാൻ, എന്തിനാണ് നിങ്ങൾ ഈ ലാത്തയും ഉസ്സയും മനാത്തയും അടങ്ങുന്ന സ്വാലിഹീങ്ങളായ മനുഷ്യരോട് നിങ്ങൾ എന്തിനാണ് ദുആ ചെയ്യുന്നത്? എന്തിനാണ് ഇബ്രാഹിം നബിയോട് നിങ്ങൾ ദുആ ചെയ്യുന്നത്? എന്തിനാണ് ഇസ്മായിൽ നബിയോട് നിങ്ങൾ ദുആ ചെയ്യുന്നത്? അവരുടെ മറുപടി, ഇവരൊക്കെ നാളെ പരലോകത്ത് ഞങ്ങളുടെ അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയുന്ന ആളുകളായിരിക്കും എന്ന് അവർ പറഞ്ഞത്. മറ്റൊന്നവർ പറഞ്ഞ മറുപടി, അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാനാണ്. അള്ളാഹിനെ പോലെയാണ് ഇബ്രാഹിം നബി എന്നോ അള്ളാഹിനെ പോലെയാണ് ലാത്ത എന്നോ ഉസ്സ എന്നോ ഇതൊന്നും മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിട്ടില്ല. മറിച്ച് അവർ വിശ്വസിച്ചത്, അള്ളാഹുവിലേക്ക് നേരിട്ടെടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, അതുകൊണ്ട് ഇടയാളന്മാരായിക്കൊണ്ട് അമ്പിയാക്കൾ വേണം. അതിനെ അവർ പിടിച്ച പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഗ്രഹമാണ് കഅബാലയത്തിന്റെ ഉള്ളിൽ ഏറ്റവും വലിയ വിഗ്രഹം. പ്രിയമുള്ളവരെ, അങ്ങനെ പ്രവാചകന്മാരെയും അമ്പിയാക്കളെയും ഔലിയാക്കളെയും ഈ ലാത്തയും ഉസ്സയും മനാത്തയും ഒന്നും കേവലം ഒരു കല്ലിന്റെ ബിംബങ്ങളായിരുന്നില്ല.
അവരൊക്കെ സ്വാലിഹീങ്ങളായ മനുഷ്യരായിരുന്നു എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, റഈസുൽ മുഫസ്സിരീൻ എന്നറിയപ്പെടുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആരാണ് ലാത്ത, ആരാണ് ഉസ്സ, ആരാണ് മനാത്ത, അവരൊക്കെ സ്വാലിഹീങ്ങളായ മനുഷ്യരാണ് എന്ന്. ഹജ്ജിന് വരുന്ന ആളുകൾക്ക് അവർ പായസം വിളമ്പിയിരുന്ന ആളുകളായിരുന്നു എന്നൊക്കെ രേഖപ്പെടുത്തപ്പെട്ടതായി കാണാം. നല്ല മനുഷ്യരാണ്, സ്വാലിഹീങ്ങളാണ്. അങ്ങനെ ആ സ്വാലിഹീങ്ങളോട് ഇവർ ഇടതേട്ടം ചെയ്യുകയാണ് ചെയ്തത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നുകൊണ്ട് ഈ വിശ്വാസത്തെയാണ് എതിർക്കുന്നത്. നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ഇടയാളന്മാരെ സ്വീകരിക്കാൻ പാടില്ല. ആരാധനക്കർഹനായി അള്ളാഹ് മാത്രമേ ഉള്ളൂ, ആരാധനക്കർഹനായി അള്ളാഹ് മാത്രമേ ഉള്ളൂ. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹ മധ്യത്തിൽ പറഞ്ഞാൽ അതിശക്തമായി പീഡിപ്പിക്കപ്പെടും. അതുകൊണ്ട് ആദ്യം പ്രബോധനം നിർവഹിച്ചത് രഹസ്യമായിട്ടാണ്. ദാറുൽ അർഖം റളിയല്ലാഹു അൻഹു ടീനേജ് പ്രായക്കാരനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഇവർ രഹസ്യമായി ഒത്തുചേരുക. എന്നിട്ട് വിശ്വാസികളായ ആളുകൾ ഓരോരുത്തരായി ഇങ്ങനെ കൂടാൻ തുടങ്ങി. ആ വീട്ടിൽ അവർ ഒരുമിച്ച് കൂടും. എന്നിട്ട് ആളുകൾക്ക് ദീൻ എവിടെയാണ് എത്തിച്ചു കൊടുക്കേണ്ടത്, ആരോടൊക്കെ ദീന് പറഞ്ഞു കൊടുക്കണം എന്ന് രഹസ്യമായി ധാരണയുണ്ടാക്കും. എന്നിട്ട് അവരെ പോയി കാണും, അവരോട് ദീന് സംസാരിക്കും, ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ ആളുകൾ കൂടി വന്നു. പിന്നീട് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി പരസ്യമായി ഇത് ജനങ്ങളോട് പറയാൻ. അങ്ങനെ 13 വർഷക്കാലത്തോളം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ പ്രവാചകനിൽ വിശ്വസിച്ച സഹാബത്തും ഇടതടവില്ലാതെ ജനങ്ങളോട് ഇത് പറഞ്ഞുകൊണ്ടേയിരുന്നു. 13 വർഷക്കാലത്തോളം ഒരു ഇടതടവും ഉണ്ടായില്ല, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അവിടെ, അല്ലേ? അവിടെ ഒരു പ്രശ്നം ഉണ്ടായില്ല. അവർ ഈ ആദർശം സ്വീകരിച്ചു. ഈ ആദർശം അവർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന മേഖലകളിലേക്ക് മുഴുവൻ അവർ വ്യാപിപ്പിക്കാൻ തയ്യാറായി. അതാണ് അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പ്രവാചക സന്നിധിയിലേക്ക് ഇങ്ങനെ ഒരു വ്യക്തി മക്കയിൽ വന്നിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ അങ്ങ് വിദൂരതയിൽ ഗഫാർ ഗോത്രക്കാരനായ അബൂദർ റളിയല്ലാഹു അൻഹു തന്റെ അനുജനെ പ്രവാചക സന്നിധിയിലേക്ക് അയക്കാൻ, നീ പോയി അന്വേഷിച്ചു വരണം, എന്താണ് അദ്ദേഹം പറയുന്നത് എന്നറിയണം. അങ്ങനെ അദ്ദേഹം വന്ന് തിരിച്ചുപോയി. എന്നിട്ട് പറഞ്ഞത്, അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട് മക്കയിൽ, ഇങ്ങനെ ഒരു വ്യക്തി പറയുന്നുണ്ട് അള്ളാഹനെ മാത്രം ആരാധിക്കണമെന്ന്. അബൂദർ റളിയല്ലാഹു അൻഹുവിന് തൃപ്തിയായില്ല. അദ്ദേഹം വരികയാണ്, മക്കയിലേക്ക് അദ്ദേഹം കടന്നു വന്നു. അദ്ദേഹം കടന്നു വരുമ്പോൾ അവിടെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനാണ് വരുന്നത് എന്ന് പോലും പറയാൻ പറ്റുന്ന സാമൂഹ്യ സാഹചര്യമായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം അബൂദർ റളിയല്ലാഹു അൻഹു രഹസ്യമായി ആ ദാറുൽ അർഖമിലെത്തുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറയുന്നത് എന്താണ് എന്ന് കേൾക്കാൻ ചോദിച്ചറിയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീന് പറഞ്ഞു കൊടുക്കുക, ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കണം, ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ് എന്നിങ്ങനെ ദീനിന്റെ അടിസ്ഥാന പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇത് താങ്കളുടെ ഗോത്രത്തിൽ പോയി പറയുക. ഈ ആദർശം ലഭിച്ച ഉടനെ അബൂദർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് അടങ്ങി നിൽക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇതായിരുന്നു രക്ഷയുടെ മാർഗം എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിരുന്നു. നാളെ മരണാനന്തര ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഈ ആദർശം കൊണ്ടേ സാധിക്കൂ എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിരുന്നു. അദ്ദേഹം കഅബാലയത്തിന്റെ അടുക്കലേക്കാണ് ആദ്യം പോയത്. കഅബാലയം എന്ന് പറഞ്ഞാൽ അന്നത്തെ എല്ലാ ആളുകളും ഒരുമിച്ച് കൂടുന്ന, അവിടുത്തെ പ്രമാണിമാരായ എല്ലാ ശിർക്കിന്റെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ കഅബാലയത്തിന്റെ അടുക്കൽ പോയി ഉറക്കെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയാ. വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയാ. ആളുകൾ അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ ചുറ്റും കൂടി. അബൂദർ റളിയല്ലാഹു അൻഹുവിനെ ശക്തമായി അടിച്ചു. അദ്ദേഹത്തിന്റെ ബോധം ശയിക്കുമാർ ചില ആളുകൾ പിടിച്ചു മാറ്റി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? ഈ അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ഗോത്രക്കാരുടെ അടുക്കലൂടെയാണ് നമ്മുടെ കച്ചവട യാത്രകൾ നമുക്ക് ചെയ്യാനുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ ദ്രോഹിച്ചാൽ നമുക്ക് നാളെ അതിലൂടെ കച്ചവട യാത്രകൾ ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെ അദ്ദേഹം രക്ഷപ്പെട്ട് വീണ്ടും പ്രവാചക സന്നിധിയിലേക്ക് കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കളുടെ ഗോത്രത്തിലേക്ക് തിരിച്ചു പോകുക എന്ന്. അദ്ദേഹം തിരിച്ചുപോയി. അങ്ങനെ ഗഫാർ ഗോത്രക്കാരോട് ആദ്യം തന്റെ മാതാപിതാക്കളോട് ഈ ആദർശം പറഞ്ഞു. അവരത് സ്വീകരിച്ചു.
ഗഫാർ ഗോത്രത്തിലുള്ള മുഴുവൻ ആളുകളോടും ഈ ആദർശം പറഞ്ഞു. അവരൊക്കെ സ്വീകരിച്ചു. പിന്നെ അടുക്കലുള്ള അയൽഗോത്രമായ അസ്ലം ഗോത്രക്കാരോട് അവരോടും ഈ ആദർശം പറഞ്ഞു. അവരെല്ലാവരും സ്വീകരിച്ചു. ഒരാൾ ഒഴികെ അദ്ദേഹം പിന്നീടാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. അപ്പൊ പ്രിയമുള്ളവരെ, അദ്ദേഹം ഈ ആദർശം, അദ്ദേഹത്തിന് മനസ്സിലായ ഈ ആദർശം ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറഞ്ഞു. എന്തായിരുന്നു അത് തുറന്നു പറയാനുള്ള കാരണം? അതൊരു ബാധ്യതയായി ഇസ്ലാം പഠിപ്പിച്ചതാണ്. അതൊരു ബാധ്യതയായി ഇസ്ലാം പഠിപ്പിച്ചതാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മൾ നമ്മുടെ കുടുംബക്കാരുടെ ഈ ആദർശം പറഞ്ഞിട്ടുണ്ടോ എന്നാലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ മാതാപിതാക്കളോടും നമ്മുടെ ഭാര്യയോടും നമ്മുടെ കുട്ടികളോടും നമ്മുടെ കുടുംബക്കാരോടും മിനിമം നമ്മുടെ കുടുംബക്കാരോടെങ്കിലും ഈ ആദർശം പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോഴേ നമ്മൾ ഖൈറു ഉമ്മത്താവുകയുള്ളൂ. ജനങ്ങൾക്ക് വേണ്ടി അവരുടെ പരലോക വിജയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അതോടൊപ്പം നമ്മുടെ ബാധ്യത, അള്ളാഹു ഏൽപ്പിച്ച ബാധ്യതാ നിർവഹണത്തിന്റെ ഭാഗമായി കൊണ്ട് ഇത് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയമുള്ളവരെ ഏറ്റവും നല്ല ഉത്തമരായ ആളുകളെന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയപ്പോൾ അതിനർഹരായ ആളുകൾ ആ പ്രവാചകനും സഹാബത്തുമായിരുന്നു. അതിന്റെ ഭാഗമാണ് ഇന്നും ഞാനും നിങ്ങളും ഈ മുസ്ലിമായി ഇവിടെ നിലനിൽക്കുന്നത്. ഒരു സംശയവും വേണ്ട. നമ്മൾ ഇവിടെ മുസ്ലിമായി നിലനിൽക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾ ഇസ്ലാം എന്ന് പറയുന്ന ഈ മഹനീയമായ ആദർശത്തെ, നമ്മുടെ പൂർവ്വപിതാക്കൾ ഈ ആദർശത്തെ സ്വീകരിക്കാനുണ്ടായ കാരണം അങ്ങ് മക്കയിലും മദീനയിലും ഒക്കെ ഈ ദീനീ പ്രചാരണം നടത്തി അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിച്ച് അങ്ങനെ ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും അവരുടെ കുടുംബം വിട്ട് ഈ നാട്ടുകാരായ ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുക്കണമെന്ന താല്പര്യത്തോടുകൂടി അവർ കടന്നു വന്നുകൊണ്ട് ഈ ആദർശം പറഞ്ഞത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് മുസ്ലിമായി നിലനിൽക്കുന്നത്. കണ്ടോ, അതിന്റെ പുണ്യം എത്രയാണ്, അതിന്റെ പുണ്യം എത്രയാണ് പ്രിയമുള്ളവരെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആരെങ്കിലും ഒരു നന്മ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുത്താൽ അതിന്റെ പുണ്യം അവർക്കൊരു കുറവ് വരുത്താതെ ഈ അറിയിച്ചു കൊടുത്ത വ്യക്തിക്കും ലഭിക്കപ്പെടുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇനി നമ്മൾ ആലോചിക്കുക, നമ്മൾ കാരണം നമ്മൾ മുഖേന എത്ര ആളുകൾക്ക് ഈ ആദർശം, ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കാവൂ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആദർശം നമ്മൾ മുഖേന എത്ര ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ ഈ മതത്തിന്റെ വാഹകരാണ് എന്ന് പറയാൻ, അങ്ങനെ പറഞ്ഞുകൊണ്ട് നിലനിൽക്കാൻ അർഹതയുണ്ടോ എന്ന് ഞാനും നിങ്ങളും ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, എന്ത് പ്രതിസന്ധി ഉണ്ടായാലും എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും അതിലൊക്കെ കാരണങ്ങൾ കണ്ടെത്തി ഈ ദീനീ ദഅവത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് നമ്മുടെ നാട്ടിലുള്ള പലരും, മുസ്ലിം സമൂഹത്തിലുള്ള പലരും. അവിടെ പ്രശ്നമാണ്, ഇവിടെ പ്രശ്നമാണ്, അവിടെ പറയാൻ പറ്റൂല, ഇവിടെ പറയാൻ പറ്റൂല. സുഹൃത്തുക്കളെ, ഇതിനേക്കാൾ മോശമായ സാമൂഹ്യ ചുറ്റുപാടിലാണ് ഇസ്ലാം അതിന്റെ വേരുകൾ നിലത്തേക്ക് ആഴത്തിലേക്ക് ഇറങ്ങി അതിന്റെ മരവും അതിന്റെ ശാഖകളും അതിന്റെ ചില്ലകളും പടർന്നു പന്തലിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അനുകൂലമായ ഒരു സാഹചര്യം ഒരിക്കലും ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാം മതത്തിന്റെ പ്രബോധന മേഖലയിൽ കടന്നുപോയിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എല്ലാം അനുകൂലമായിട്ട്, എന്നെ ആരും ചീത്ത പറയാതെ, എന്നെ ആരും ദ്രോഹിക്കാതെ, എന്നെ ഒരാളും കല്ലെറിയാതെ, എന്നെ ഒരാളും സമൂഹത്തിൽ ഒറ്റപ്പെടുത്താതെ എനിക്ക് ദീനീ ദഅവത്ത് നടത്താൻ കഴിയുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആളുകളാണ് നമ്മളെങ്കിൽ, സഹോദരങ്ങളെ, അങ്ങനെ ഒരു സാഹചര്യം ചരിത്രത്തിൽ നിങ്ങൾ കടന്നു വരുമെന്ന് വിചാരിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസൂലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ലാ യദർറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും ഹത്താ യഅതി അംറുല്ലാഹ്. അതെ, ഖിയാമത്ത് നാൾ വരെ ഒരു ചെറു സംഘം ഈ ആദർശവുമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതില് നമ്മളുണ്ടോ എന്നതേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. നമുക്കിതിന് തയ്യാറില്ലെങ്കിൽ ഈ വഹിക്കുവാനും ഈ ആദർശവാഹക സംഘത്തിന്റെ കൂടെ സഞ്ചരിക്കാനും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തെ മാറ്റി മറ്റൊരു സമൂഹത്തെ അല്ലാഹു പകരം കൊണ്ടുവരും. അതാണ് ഇസ്ലാമിന്റെ ചരിത്രം. നമുക്ക് കഴിയില്ലെങ്കിൽ നമ്മൾ വിചാരിക്കേണ്ട നമ്മുടെ തലയിലാണ് ഈ ദീനൊക്കെ. അല്ല, നമുക്ക് ഈ ആദർശം പ്രബോധനം ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സമൂഹത്തെ പകരം കൊണ്ടുവരുമെന്ന്, മറ്റൊരു സമൂഹത്തെ പകരം കൊണ്ടുവരും.
അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ ബാധ്യത നിർവഹണം നമ്മൾ നടത്തിയിട്ടുണ്ടോ എന്ന് മരിക്കുന്നതിന്റെ മുമ്പ് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതുണ്ട്. ആളുകൾക്ക് മുന്നിൽ ഈ നന്മ അതിന്റെ പ്രചാരകരായി മാറാൻ നമുക്ക് സാധിക്കണം. ഏതാണ് ഈ നന്മ? ലോകത്ത് ഏറ്റവും വലിയ നന്മ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഈ ആദർശം അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം. ആര് സ്വീകരിച്ചു, ആര് സ്വീകരിച്ചില്ല, അത് പരിശോധിക്കേണ്ട ബാധ്യത എനിക്കും നിങ്ങൾക്കും പടച്ച റബ്ബ് നൽകിയിട്ടില്ല. ചില പ്രവാചകന്മാർ 950 കൊല്ലം, ഒന്നും രണ്ടുമല്ല, 950 കൊല്ലം ഇടതടവില്ലാതെ രാവും പകലും ഭേദമില്ലാതെ പ്രബോധനം നടത്തിയിട്ട് അദ്ദേഹത്തിന് ലഭിച്ചത് വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ്. നമ്മുടെ കൈവിരലുകളിൽ എണ്ണാവുന്ന അത്രയും ആളുകൾ മാത്രമാണ്. പ്രവാചകന്മാർ 950 കൊല്ലം, ചില്ലറല്ല, 950 കൊല്ലം. നിങ്ങൾ സൂറത്ത് നൂഹ് എടുത്തു നോക്കിയാൽ അവിടെ കാണാം, റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ ഫലം യസിദ്ഹും ദുആഇ ഇല്ലാ ഫിറാറാ فإني كلما دعوتهم لتغفر لهم جعلوا أصابعهم في آذانهم واستغشوا ثيابهم وأسروا واستكبروا استكبارا ثم إني دعوتهم جهارا ثم إني أعلنت لهم وأسررت لهم إسرارا. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നൂഹിലൂടെ 950 കൊല്ലം പ്രബോധനം നടത്തിയ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രബോധനത്തെ വിശദീകരിക്കുകയാണ്. ഏതെങ്കിലും പാളക്കിതാബിലല്ല, അള്ളാഹുവിന്റെ കലാമായ ഖുർആനിലാണ് പറയുന്നത്. ഞാൻ അവരെ രഹസ്യമായി ക്ഷണിച്ചു റബ്ബേ, ഞാൻ അവരെ പരസ്യമായി ക്ഷണിച്ചു, അവരെ ഞാൻ ഉറക്കെ ക്ഷണിച്ചു. അതെ, പല നിലക്കും അവരെ രാവും പകലും ഭേദമില്ലാതെ അവരെ ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിച്ചു. ഫലം യസിദ്ഹും ദുആഇ ഇല്ലാ ഫിറാറാ. ഞാൻ എത്ര അവരെ ക്ഷണിക്കുമ്പോഴും അവർ പിന്തിരിഞ്ഞ് ഓടിപ്പോക്കല്ലാതെ അവർക്ക് മറ്റൊരു സ്വഭാവം ഉണ്ടായില്ല. അത് വർദ്ധിച്ചു എന്നതല്ലാതെ തിരിഞ്ഞു പോവുകയാണ് ഭൂരിഭാഗം ആളുകളും ചെയ്തിട്ടുള്ളത്. അതേ ചരിത്രം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചു, സ്വീകരിച്ചില്ല, അത് നമ്മുടെ ഏതെങ്കിലും പ്രയാസകരമായി മനപ്രയാസം അനുഭവിക്കേണ്ട വിഷയമില്ല. നമ്മുടെ ബാധ്യതയാണ് ജനങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. ആ സത്യം പറയുന്ന, ആ ഹക്ക് പറയുന്ന ആളുകളുടെ കൂടെ ചേർന്നു നിൽക്കലാണ് നമ്മുടെ ബാധ്യത. ഒറ്റക്ക് നിൽക്കലല്ല. അങ്ങനെ ചില ആളുകളുണ്ട്, ഞാൻ ഒറ്റക്ക് നടത്തിക്കോളാം പ്രബോധനം. അങ്ങനെ ഒറ്റക്കാരും പ്രബോധനം നടത്തിയ ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഒരു ചരിത്ര, ഒരു കൂട്ടായ്മ, അതിന്റെ കൂടെയാണ് എല്ലാവരും ഉണ്ടായിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അവിടുന്ന് അതേ പ്രബോധനത്തിന് വേണ്ടി ഒരു കൂട്ടായ്മയായി കൊണ്ടാണ് അവർ ഒരുമിച്ച് നീങ്ങിയത്. അതിന്റെ ഭാഗമാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് അവിടെ പ്രബോധനം നടത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശപ്രകാരം പോകുന്നത്. അതിന്റെ ഭാഗമാണ് സഹാബിമാർ പല സ്ഥലങ്ങളിലേക്കും പ്രബോധനം നടത്താൻ വേണ്ടി കടന്നുപോയത്. അല്ലാതെ ഈ അവിടെ അനക്കിഷ്ടമുള്ള പോലെ ദഅവത്ത് നടത്തിക്കോ, ഇവിടെ നിനക്കിഷ്ടമുള്ള പോലെ അതൊന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ പഠിച്ച് അത് ജനങ്ങൾക്ക് അവർ ഒരുമിച്ച് കൊണ്ട് എല്ലാവരും പല മേഖലകളിലും, അറിയോ, മക്ക വിജയിച്ചടക്കിയ സമയം, മക്ക ഫതഹായ സമയം അല്ലെ, എന്നിട്ട് ഇസ്ലാമിക രാജ്യം, മക്ക എന്ന് പറയുന്ന പ്രദേശം ഇസ്ലാമിക രാജ്യമായി അവിടുത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 1,00,000-ലധികം വരുന്ന ആ സഹാബത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ച ചോദ്യം, നിങ്ങൾക്ക് ഈ മതത്തെ ഞാൻ എത്തിച്ചു തന്നില്ലേ എന്നാണ്. ഒരാളും ഞങ്ങൾക്ക് പലതും എത്തിച്ചു തന്നില്ല എന്ന് ഒരാളും അവിടെ മറുപടി പറഞ്ഞിട്ടില്ല. എല്ലാവരും പറഞ്ഞു, നബിയെ, അങ്ങ് എത്തിച്ചു തന്നിട്ടുണ്ട്, അങ്ങയുടെ ബാധ്യത നിർവഹിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ സാക്ഷിയാക്കിക്കൊണ്ട് വാനലോകത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തി പറഞ്ഞു, അല്ലാഹുമ്മ ഷഹദ്, അല്ലാഹുവേ നീയാണ് സാക്ഷി, നീയാണ് സാക്ഷി, ഇവർക്ക് ഞാൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ നിർത്തിയില്ല. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബത്തിനെ നോക്കിക്കൊണ്ട് പറഞ്ഞത്, ഇനി നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ, കുടുംബായിട്ട് സുഖമായിട്ട് ജീവിച്ചോ, കച്ചവടമൊക്കെ ചെയ്ത് ജീവിച്ചോ എന്നല്ല. ഇത് നിങ്ങൾ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. ആ സ്വഹാബിമാരുടെ വാഹനങ്ങൾ അഥവാ അന്നത്തെ ഒട്ടകവും കുതിരയും എവിടേക്ക് തിരിഞ്ഞു നിന്നോ അവിടേക്ക് അവർ യാത്ര തിരിക്കുകയാണ്. അവിടേക്ക് അവർ പോകുന്ന വഴികളിലെല്ലാം ഇസ്ലാം എന്ന് പറയുന്ന ആദർശത്തെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. നോക്കൂ നിങ്ങൾ, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പല സഹാബിമാരുടെയും ഖബറുകൾ ഇന്ന് മക്കയിലും മദീനയിലും കാണാൻ കഴിയില്ല. പല രാജ്യങ്ങളിലാ. എങ്ങനെ ഉണ്ടായത്?
ഈ ദഅവത്തിന് വേണ്ടി പല സ്ഥലങ്ങളിലേക്കും പോയത്. അതിന്റെ ഭാഗമാണ് നമുക്കും ഈ ഇസ്ലാം എന്ന് പറയുന്ന ആദർശത്തെ ലഭിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, അതിനുവേണ്ടി അവർ പരസ്പരം ഇരുന്നു, അതിനുവേണ്ടി അവർ പരസ്പരം സ്നേഹിച്ചു, അതിനുവേണ്ടി അവർ പരസ്പരം ഇഷ്ടപ്പെട്ടു, അതിനുവേണ്ടി അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആദർശ പ്രബോധനത്തിന് വേണ്ടി സഹകരിച്ച് പരസ്പരം മിത്രങ്ങളായി അവർ ജീവിച്ചു. അതാണ് ഖുർആൻ പറഞ്ഞത്, അൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅദുഹും ഔലിയാഉ ബഅദ് യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. അതേ, മുഅ്മിനുകളായ പുരുഷന്മാരും മുഅ്മിനത്തുകളായ സ്ത്രീകളും പരസ്പരം മിത്രങ്ങളാണ്. എന്തിന്റെ കാര്യത്തിൽ? അവർ നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരുമാണ്. പ്രിയമുള്ളവരെ, ആ ബാധ്യത നിർവഹിക്കുന്ന ആളുകളായിരിക്കണം നമ്മൾ. അങ്ങനെ ഈ ബാധ്യതാ നിർവഹണത്തിന്റെ ഭാഗമായി ഒരുമിച്ചിരിക്കാൻ സൗഭാഗ്യം ലഭിക്കപ്പെട്ടവർ അല്ലാഹുവിന്റെ സ്നേഹം നിർബന്ധമായും ലഭിക്കപ്പെടുന്ന വിഭാഗമാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അല്ലാഹുവിന്റെ ദീനീ പ്രബോധനത്തിന് വേണ്ടി ഒരുമിച്ചിരിക്കാൻ എല്ലാവർക്കും ഭാഗ്യം ലഭിക്കില്ല. എല്ലാവർക്കും ഭാഗ്യം ലഭിക്കില്ല. ആ ഭാഗ്യം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരായ മനുഷ്യർ വജബത്ത് മഹബ്ബതി ലിൽമുതഹാബ്ബീന ഫിയാ വൽമുതജാലിസീന ഫിയാ വൽമുതസാവിരീന ഫിയാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ വജബത്ത് മഹബ്ബതി, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, എന്റെ സ്നേഹം വാജിബായി നിർബന്ധമായും ലഭിക്കും. ആർക്കാണ് ലഭിക്കുക? അല്ലാഹുവിന്റെ ദീനീ പ്രബോധനത്തിന് വേണ്ടി എനിക്ക് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെട്ടവർ ആരോ, എനിക്ക് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെട്ടവർ ആരോ, എനിക്ക് വേണ്ടി പരസ്പരം ഇരുന്നവർ ആരോ, പരസ്പരം കൂടിയിരുന്നവർ, അള്ളാഹിന്റെ ദീനിനു വേണ്ടി കൂടിയിരുന്നവർ, അള്ളാഹിന്റെ ദീനിനു വേണ്ടി പരസ്പരം ഇഷ്ടപ്പെട്ടവർ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പരസ്പരം സന്ദർശിച്ചവർ. തന്റെ ആദർശ ബന്ധുവായ സഹോദരൻ, അവൻ രോഗിയാണ്, അവനൊരു പ്രയാസമുണ്ട്, അവനൊരു ബുദ്ധിമുട്ടുണ്ട്, അവനെ ഒന്ന് സഹായിക്കാൻ, അവനെ ഒന്ന് സന്ദർശിക്കാൻ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവന് ലഭിക്കുന്നത് അള്ളാഹുവിന്റെ ഇഷ്ടമാണ്, റബ്ബിന്റെ ഇഷ്ടമാണ്. അതാണ് ഖുർആൻ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പരസ്പരം സന്ദർശിച്ച ആളുകൾ, പരസ്പരം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഇരുന്ന ആളുകൾ, പരസ്പരം അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെട്ട ആളുകൾ, അവർക്ക് പടച്ച റബ്ബിന്റെ ഇഷ്ടമുണ്ട് എന്നല്ല, ആ റബ്ബിന്റെ ഇഷ്ടം അവർക്ക് നിർബന്ധമായും ലഭിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ആ സൗഭാഗ്യം നമുക്കുണ്ടോ? അതും നമുക്ക് ഒരുപക്ഷേ ലഭിച്ചു കൊള്ളണമെന്നില്ല. അതിനാണ് പ്രിയമുള്ളവരെ നമ്മൾ ഒരുമിച്ചിരിക്കണം, ഒരുമിച്ച് നിൽക്കണം. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിങ്ങൾ അല്ലാഹുവിന്റെ പാശത്തിൽ, അല്ലാഹുവിന്റെ കയറിൽ നിങ്ങൾ മുറുകെ പിടിക്കണം. ഏതാണ് അല്ലാഹുവിന്റെ കയറ്? അല്ലാഹുവിന്റെ വഹയാകുന്ന കയറ്. അതാണ് വിശുദ്ധ ഖുർആൻ, അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അതിൽ മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹുവിന്റെ കയർ, അല്ലാഹു വാനലോകത്ത് നിന്ന് ഭൂമി ലോകത്തേക്ക് ഇറക്കിയ ആ കയറിൽ നിങ്ങൾ മുറുകെ പിടിക്കണം. നിങ്ങൾ ഒരിക്കലും ഭിന്നിച്ചു പോകരുത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ. താനേശുമാരി മുസ്ലിമായി നിങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നല്ല, മറിച്ച് അല്ലാഹുവിന്റെ പാശം, വാനലോകത്ത് നിന്നും ഭൂമി ലോകത്തേക്ക് അല്ലാഹു ഇറക്കിയിട്ടുള്ള ആ കയറ്, അതാണ് വഹയിന്റെ കയറ്, അതാണ് വഹയ്, അതാണ് വിശുദ്ധ ഖുർആൻ, അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനങ്ങൾ. അത് മുറുകെ പിടിക്കണം നിങ്ങൾ. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. ഇതാണ് ഐക്യത്തിന്റെ മാനദണ്ഡം, ഇതാണ് ഐക്യത്തിന്റെ മാനദണ്ഡം. അങ്ങനെയാണ് പല ആളുകൾ മനസ്സിലാക്കിയത്. മുസ്ലിമായി ഒരുമിച്ച് നിൽക്കണം. അതെ, ആ മുസ്ലിം എന്ന് 100% പറയാൻ അർഹതയുണ്ടാകുന്നത് ഈ പാശത്തിൽ മുറുകെ പിടിക്കുന്നവർക്കാണ്. അവർക്കാണ് അള്ളാഹുവിന്റെ വഹയാകുന്ന പാശത്തിൽ ആ കയറി നമ്മൾ മുറുകെ പിടിക്കണം. എന്നിട്ട് ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഈ വഹയിനെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അവരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അല്ലാഹുവിന്റെ ഇഷ്ടക്കാരായ ആളുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ലഭിക്കുന്ന പുണ്യങ്ങൾ വളരെ വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സഹാബത്തിന്റെ മാതൃക ഉൾക്കൊള്ളുന്ന ആളുകളാണോ ഞാനും നിങ്ങളും എന്നാലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ജനങ്ങൾ, ആയിരക്കണക്കിന് മനുഷ്യർ നമ്മുടെ ചുറ്റുഭാഗത്ത് ശിർക്കിന്റെയും കുഫറിന്റെയും ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരെ കുറിച്ചൊരു ആദിയും അവരെ കുറിച്ചൊരു വേദനയും എന്റെയും നിങ്ങളുടെയും മനസ്സുകളിൽ ഇല്ല എങ്കിൽ
ഈമാൻ നമ്മുടെ മനസ്സിലുണ്ടോ പ്രിയമുള്ളവരെ? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബാധ്യതാ നിർവഹണത്തിന്റെ ഭാഗമായി നമ്മുടെ ചുറ്റുപാടുള്ള വീടുകളിൽ ഒരിക്കലെങ്കിലും ഒരു ലഘുലേഖയെങ്കിലും ഒരു എഴുത്തെങ്കിലും തന്റെ സഹോദരന്റെ വീട്ടിൽ ഒന്ന് നൽകി പോരാനെങ്കിലും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്തിനു വേണ്ടി? അള്ളാന്റെ കോടതിയിൽ അള്ളാഹുവേ, ഞാൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, ഞാനൊരു ലഘുലേഖയെങ്കിലും എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, നിന്റെ ആദർശത്തെ പഠിപ്പിക്കുന്ന ഒരു ലഘുലേഖയെങ്കിലും ഞാൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പടച്ച റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, ഇത്രയും കാലം ഞാൻ ജീവിച്ചിട്ട് എത്ര ആളുകൾക്ക് ഞാൻ മനസ്സിലാക്കിയ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന്. പ്രിയമുള്ളവരെ, ഇനിയും നമുക്ക് സമയമുണ്ട്. നമ്മൾ ഒരിക്കലും മരണക്കിടക്കയിലേക്ക് എത്തിപ്പെടാൻ കുറച്ചുകൂടി കഴിയട്ടെ. എന്റെ കച്ചവടമൊക്കെ ഒന്ന് പുഷ്ടിപ്പെടട്ടെ, എന്റെ നാട്ടിലെ സൗകര്യമൊക്കെ ഒന്ന് മാറട്ടെ, ആളുകളെ അംഗീകരിക്കുന്ന രീതിയൊക്കെ പോവും, അതുകൊണ്ട് ആ നിലക്കൊക്കെ നല്ലൊരു ചുറ്റുപാട് വരട്ടെ എന്ന് പ്രതീക്ഷിച്ചിരിക്കേണ്ടതില്ല. നമ്മൾ അള്ളാഹുവിന്റെ ദീന് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. അതിനുവേണ്ടിയാണ് പള്ളികൾ ഉണ്ടായത്, അതിനുവേണ്ടിയാണ് മദ്രസകൾ ഉണ്ടായത്. അതല്ല നിസ്കരിക്കാൻ വേണ്ടി മാത്രമല്ല. ഈ ദീനിന്റെ മദീനയിലെ പള്ളി അതായിരുന്നു. ആ മദീനയിലെ പള്ളിയിൽ നിന്നാണ് ലോകത്തിന് വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിന്റെ പ്രകാശം ലഭിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള പള്ളിയാണ് യഥാർത്ഥ പള്ളികൾ എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ബാധ്യത നിർവഹിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും തയ്യാറാകണം. അതിനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകണം. അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഈമാനുള്ളവരെ, നിങ്ങൾ കൂനൂ മഅസ്വാദിഖീൻ, സത്യസന്ധന്മാരുടെ കൂടെ നിലനിൽക്കണം. സത്യം പറയുന്ന ആളുകൾ, ഖുർആനും സുന്നത്തുമാകുന്ന ഹക്ക് അത് പറയുന്ന ആളുകളുടെ കൂടെയാണ് മുഅ്മിനുകളെ നിങ്ങൾ നിൽക്കേണ്ടത്. അവരുടെ കൂടെ ചേർന്ന് നിൽക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. ആ അല്ലാഹുവിന്റെ ആഹ്വാനം നമ്മൾ സ്വീകരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് والعاقبة للمتقين فلا عدوان إلا على الظالمين الصلاة والسلام على أشرف المرسلين نبينا محمد الأمين وعلى آله وصحبه أجمعين ما بعد. സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ എന്ത് ലഭിക്കുന്നതിനേക്കാൾ ഈ ഭൂമി ലോകത്തുള്ള എല്ലാം നമുക്ക് കിട്ടിയാലും അതിനേക്കാളും പുണ്യം എന്താ? അലി റളിയല്ലാഹു അൻഹുവിനോട് ഒരു യുദ്ധത്തിന് വിടുമ്പോഴാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഓ അലി, ലി അൻ യഹ്ദിയകല്ലാഹു ബിക റജുലൻ വാഹിദ, നീ മുഖേന ഒരാൾ ഹിദായത്തിലാകല. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തെ മനസ്സിലാക്കി അത് സ്വീകരിക്കലാണ് ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ, ഈ ദുനിയാവും ദുനിയാവിലുള്ളത് മുഴുവനും നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ പുണ്യകരമായിട്ടുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. നമ്മൾ പലതും വെട്ടിപ്പിടിക്കാൻ അപ്പം ജീവിക്കരുത് അല്ലേ? ഓരോ ദിവസവും നമ്മുടെ ചിന്ത നമ്മൾ പലതും വെട്ടിപ്പിടിക്കണം എന്നാണ്. ഒരു കച്ചവടം കഴിഞ്ഞാൽ അടുത്ത കച്ചവടം, അത് കഴിഞ്ഞാൽ അടുത്തത് എത്ര വരെ മരിക്കണവർ, മരിച്ചു കഴിഞ്ഞാലോ ഇതൊക്കെ അനന്തരാവകാശികൾ കൊണ്ടുപോയി അല്ലേ? പിന്നെ എന്തിനാ ഓടിയത് നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരാളെങ്കിലും നമ്മൾ മുഖേന ഹിദായത്തിലായി എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അതിനുവേണ്ടി പരിശ്രമിക്കാൻ കഴിയും. മറ്റൊരു പുണ്യം എന്താ പറയുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, സമിഅത്തു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മാ മിൻ റജുലിൻ മുസ്ലിമിൻ യമൂതു ഫയഖൂമു അലാ ജനാസതിഹി 40 റജുല ലാ യുശ്രികൂന ബില്ലാഹി ഷൈഅൻ ഇല്ലാ ശഫഅഹുല്ലാഹു ഫീഹി. ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചു, ഒരു 40 തൗഹീദുള്ള മനുഷ്യന്മാർ ഉണ്ടോ, അവന് വേണ്ടി ജനാസ നമസ്കരിച്ചു. അതാ പ്രത്യേകം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് പറയാം, ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചു, ഫയഖൂമു അലാ ജനാസതിഹി 40 റജുലൻ, അവന്റെ ജനാസ 40 ആളുകൾ നമസ്കരിച്ചു.
പിന്നെ ഒന്നുകൂടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുശ്രികൂന ബില്ലാഹി ശൈഅ, അല്ലാഹുവിൽ പങ്കു ചേർക്കാത്ത. ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ച മയ്യത്ത് നിസ്കരിക്കാറ് മുസ്ലിങ്ങളുള്ളൂ. പക്ഷെ അവിടെ പ്രത്യേകം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയാണ്, 40 ആൾ എങ്ങനെയുള്ളവരാകണം? ലാ യുശ്രികൂന ബില്ലാഹി ശൈഅ, അല്ലാഹുവിൽ പങ്കു ചേർക്കാത്ത 40 ആളുകൾ അവന് വേണ്ടി നമസ്കരിച്ചാൽ അവന് അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ലഭിക്കപ്പെടുന്നു. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം. മാത്രല്ല അവന്റെ പാപം പൊറുക്കപ്പെടും എന്നും മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും. ഇനി നമ്മൾ ആലോചിച്ചോട്ടെ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ 40 ആൾ നമ്മുടെ ചുറ്റുഭാഗത്ത് വരണമെങ്കിൽ, അല്ലെ, ശിർക്ക് ചെയ്യാത്തൊരു 40 ആള് നമ്മുടെ ചുറ്റുഭാഗത്ത് വരണമെങ്കിൽ ചിലപ്പോൾ ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ നിസ്കരിക്കുന്നുണ്ടാവും. പക്ഷെ ശിർക്ക് ചെയ്യാത്തവരാണോ? അതാണ് ഗൗരവമായി ആലോചിക്കേണ്ടത്. അതിനാണ് സുഹൃത്തുക്കളെ, ഒരു കൂട്ടത്തിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ട്, 2 ആൾ പോകുമ്പോൾ ഒരാൾ നേതാവാകണം, 3 ആളാണെങ്കിൽ അതിലൊരാൾ നേതാവാകണം. അല്ലെ, എല്ലാത്തിനും ഇസ്ലാമിൽ അങ്ങനെ അധ്യാപനങ്ങളുണ്ട്. നമ്മൾ കൂട്ടത്തിൽ ഒരുമിച്ചാ നിൽക്കണം, ഒറ്റപ്പെട്ട് നിൽക്കരുത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒറ്റപ്പെട്ടവന് ചെന്നായ പിടികൂടുന്ന. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, എപ്പോഴും വഴിതെറ്റിപ്പോകാനുള്ള സാധ്യത ഒറ്റപ്പെട്ടവർക്കായിരിക്കും. അതുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദർശത്തിന്റെ വക്താക്കളായി നമ്മൾ മാറണം. എന്തിനു വേണ്ടിയാണ്? ഇവിടെ ഗുണത്തെക്കാളുള്ള ദോഷമായിരിക്കും ഒരു പക്ഷെ നമുക്ക് ഉണ്ടാകുക. എന്താ ദോഷം? ആളുകൾ കല്ലെറി, കുടുംബക്കാരെ നമ്മൾ അവഗണിക്കും. അതൊക്കെയാണ് പ്രവാചകന്മാരുടെ ചരിത്രം. വീട്ടിൽ നിന്ന് ഇറക്കി വിടും, നാട്ടിൽ നിന്ന് ഒറ്റപ്പെടും, അതൊക്കെ ഉണ്ടാവും. ഈ ആദർശത്തിന്റെ വക്താക്കളായി, അതിന്റെ ആളുകളായി നിലനിൽക്കുമ്പോൾ അത് ജനങ്ങളോട് പറയുമ്പോൾ ഒറ്റപ്പെടൽ ഉണ്ടാകുന്ന, അതാ ഇസ്ലാം പഠിപ്പിച്ചത്. പ്രയാസങ്ങളും പീഡനങ്ങളും ഉണ്ടാകും, അവിടെയൊക്കെ ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. അവിടെയൊക്കെ അള്ളാഹുവിലേക്ക് തവക്കുലാക്കാൻ നമുക്ക് കഴിയണം. എങ്കിൽ നമുക്ക് വലിയ പുണ്യം പരലോകത്ത് ലഭിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എല്ലാവരും ഇതിൽ പണ്ഡിതന്മാരെന്നോ പണ്ഡിതന്മാരല്ലാത്തവരെന്നോ ഒന്നുമില്ല. എല്ലാവരുടെയും ബാധ്യതയാണ് ഈ ആദർശം എത്തിച്ചു കൊടുക്കുക. ഏതാദർശം? ഇസ്ലാമിന്റെ തനതായ ആദർശം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം എത്തിച്ചു കൊടുക്കൽ സംസാരിക്കുന്ന എന്റെയും കേൾക്കുന്ന നിങ്ങളുടെയും എല്ലാം ബാധ്യത. എന്താണോ നമുക്ക് കഴിയാതെ നമ്മൾ ചെയ്യണം. അള്ളാന്റെ കോടതിയിൽ നമുക്ക് നമ്മുടെ ജീവിതം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിക്കും, മറുപടി പറയാൻ കഴിയണം. കുറെ കാലം കച്ചവടം നടത്തി, കുറെ കാലം കളിച്ചു നടന്നു, ഇതൊന്നും പടച്ചവന്റെ അടുത്ത് മറുപടി നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അള്ള തന്ന ബുദ്ധി, അള്ള തന്ന ശരീരം, അള്ള തന്ന കായിക ശേഷി, അള്ള തന്ന കഴിവ്, ഇതൊക്കെ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ കഴിയുമ്പോഴേ അവർക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിന്ന് വിട പറഞ്ഞു പോയ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കുകയും അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.